ഇന്ന് നല്ല പ്രീമിയം മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ചുരിദാറിൻ്റെ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ നല്ല പ്യുവർ മസ്ലിനാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞെടുക്കുന്ന മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അങ്ങനെ പാറി കളിക്കുന്ന ഒരു ടൈപ്പ്, അത്രയും കുഴഞ്ഞൊരു ടൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ലൈനിങ് ഇട്ടാൽ കുറച്ചൊന്ന് ഒരു എന്താ പറയുക, ഒരു സ്റ്റിഫായിട്ട് നിന്നോളും. ഇതൊരു പാകിസ്ഥാനി കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഒരു പാകിസ്ഥാനി പാറ്റേൺ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ യോക്ക് ഭാഗത്ത് ചെറിയ രീതിയിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് ക്ലിയർ ആവില്ല, അതാണ് അടുത്ത് നിന്നിട്ട് തന്നെ കാണിച്ചത്. യോക്കിലേക്കും അതേപോലെ താഴെ ദാമൻ പോർഷനിലൊക്കെ നല്ല ത്രെഡ് വർക്ക്, ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉണ്ടോ, അവിടെ താഴെയൊക്കെ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്, ത്രെഡ് വർക്കും കൊടുത്തിട്ട്. ഇത് ശരിക്കും ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ്. പക്ഷെ അത് വീഡിയോയിൽ അത്ര എങ്ങനെ നോക്കിയിട്ടും ആ ഒരു കറക്റ്റ് കളറ് കിട്ടണില്ല. കറക്റ്റ് നമ്മൾ ആ മയിൽപ്പീലിൽ വരുന്ന ആ ഒരു ബ്ലൂ ഇല്ലേ, അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. പക്ഷെ വീഡിയോയിൽ ഇത് വേറൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്ന മെറ്റീരിയലാണ്. സ്ലീവിൻ്റെ പോർഷൻ സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് തന്നെ 3XLർക്കും 4XLർക്കും അത്യാവശ്യം 5XLർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും വീതിയുണ്ട് മെറ്റീരിയലിന്. ഇതാണ് ഇപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ ഞാൻ പറഞ്ഞത്. സ്ലീവിൻ്റെ താഴേക്ക് ആ ബോർഡർ വരുന്നുണ്ട്. അതേപോലെ സ്ലീവ് ഫുൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. ദുപ്പട്ട കുറച്ചുകൂടെ സോഫ്റ്റാണ്, ഒന്നുകൂടി ഒരു എന്താ പറയുക, ഒരു മൽക്കോട്ടനും കൂടി മിക്സ് ആയ പോലത്തെ നല്ലൊരു ഒന്നുകൂടി കുഴഞ്ഞെടുക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ആ ഒരു പ്രിൻറ്റും അതേപോലത്തെ ടോപ്പിൽ അതേപോലത്തെ പ്രിൻ്റൊക്കെ ദുപ്പട്ടയിൽ കൊടുത്തിട്ട്. ദുപ്പട്ട 2.5 മീറ്റർ ലെങ്ത്ത് ഇല്ല, 2.25 വരുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ പുതച്ചിടുന്ന അങ്ങനത്തെ ടൈപ്പ് ദുപ്പട്ടയല്ല. അത്യാവശ്യം നമുക്ക് കവർ ചെയ്തിട്ട് ബാക്കിലേക്കൊക്കെ ഇടാനുള്ള ലെങ്ത്ത് ഉണ്ട്. ചിലവർക്ക് ഭയങ്കര വലിയ 2.5 മീറ്റർ തന്നെ വേണം നിർബന്ധമുള്ളവരാണെങ്കിൽ ഇത് എടുക്കണ്ട. 2.5 മീറ്റർ ഇല്ല ദുപ്പട്ട. അതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അങ്ങനെ വലിയ ദുപ്പട്ടല്ല, നല്ല വിടുത്ത് വരുന്നുണ്ട് ദുപ്പട്ടക്ക്. ലെങ്ത്ത് 2.5 മീറ്റർ വരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ലെങ്ത്ത് ഇല്ലാത്ത ദുപ്പട്ട എന്നല്ല, ഒരു 2.25 ആയിരിക്കും ദുപ്പട്ടയുടെ ലെങ്ത്ത് വരും. ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഉണ്ട്. ചിലവർ വലിയ ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് അത് ചിലപ്പോൾ സൈസ് കുറവാന്ന് തോന്നിയേക്കാം. ഇത് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റർഡ് യെല്ലോ ആണ് കേട്ടോ. ഇത് കറക്റ്റ് മസ്റ്റർഡ് യെല്ലോ ആണ്. വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. കറക്റ്റ് മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം നല്ല കളേഴ്സാട്ടോ. ഇതിൽ ആകെ 4 കളറേ ഉള്ളൂ, 4 പീസേ ഉള്ളൂ, സിംഗിൾ പീസേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ട് മാഷാല്ലാ ഫുള്ള് സോൾഡ് ഔട്ടാണ്. ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. ഇൻഷാല്ലാ റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ഇനിയും കൊണ്ടുവരും. പ്രീമിയമാണ്, അപ്പോൾ അതിൻ്റെ റേറ്റും ഉണ്ട്. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. നമ്മൾ റേറ്റ് കൂട്ടിയിട്ടതാന്ന് പറയരുത്, കാരണം ഇത് പ്രീമിയമാണ്, പ്യുവറാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്തായാലും വരും. നമ്മൾ റേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും ഭംഗിയും ഒക്കെ മെറ്റീരിയലിന് ഉണ്ടാവും. കുറഞ്ഞത് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയും DTDC വഴിയും കൊറിയർ ചെയ്യലുണ്ട്. പോസ്റ്റിലാകുമ്പോൾ നിങ്ങൾക്ക് പണ്ടൊക്കെയാണെങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ സീസണും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ 5 ദിവസം 6 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അർജൻറ്റ് ഉള്ളവർ ഇതിലേക്ക് വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ DTDC അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം പറയണം, DTDC മതി എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജിലും വ്യത്യാസം വരും, ചെറിയൊരു മാറ്റം വരും. ഇപ്പോൾ പോസ്റ്റിലാണെങ്കിലും ഏകദേശം DTDCയുടെ റേറ്റ് അവർ വാങ്ങിക്കുന്നുണ്ട്. പോസ്റ്റിലും റേറ്റ് കൂടിയിട്ടുണ്ട്, എന്നാലും DTDC ഇത്തിരിയും കൂടി കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം പറയണം. അതിനുള്ള പേയ്മെൻറ്റ് ഇട്ടാൽ നമ്മൾ DTDC അയക്കുള്ളൂ. DTDC ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിരുന്നത് ഇപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. ഇത് നല്ല റാണി പിങ്ക് ആണ്, നല്ല ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡാണ്. എല്ലാം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ മിസ്സാക്കണ്ട. ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി എന്താ കൊണ്ടുവരേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. സാധാരണ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് റേഞ്ച് ഐറ്റംസ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഇപ്രാവശ്യം കുറച്ചധികം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിമെയ്ഡ് സെറ്റാണെങ്കിലും അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണെങ്കിലും ചിലവർ റേറ്റ് കൂടിയോന്ന് ചോദിക്കുന്നവരുണ്ട്. റേറ്റ് കൂടിയതല്ല, നമ്മൾ ഐറ്റംസിൻ്റെ റേഞ്ച് ഒന്ന് ആഡ് ഓൺ ചെയ്തതാണ്. നമ്മൾ ബഡ്ജറ്റ് റേഞ്ച് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള സെറ്റ്സും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മാഷാല്ലാ നല്ല റെസ്പോൺസാണ്. ഒരുവിധമെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആണ്. ഇൻഷാല്ലാ നമ്മൾ ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ഒരു 3-4 ദിവസം കൊണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ
വീഡിയോയിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ സ്റ്റാറ്റസിലും മെൻഷൻ ചെയ്യും. ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു ഇനോഗ്രേഷൻ ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ കുറച്ചുകൂടെ പർച്ചേസിങ്ങും കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇനോഗ്രേഷൻ പോലെ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഹജ്ജ് പെരുന്നാളിനോടൊക്കെ അടുപ്പിച്ചായിരിക്കും ഒരു ഇനോഗ്രേഷൻ ഉണ്ടാവുക. അത് നമ്മളെ ചാനലിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. തിരൂരാണ് ഷോപ്പ് വരുന്നത്. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നേരിട്ട് വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ബ്രിക്ക് റെഡും അല്ല, കറക്റ്റ് ഓറഞ്ചും അല്ലാത്തൊരു ഷെയ്ഡ്. എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞല്ലോ ഭംഗിയുള്ള ഷെയ്ഡ്, ഒന്നും ഒരു ഓവർ കുത്തുന്ന ഷെയ്ഡും അല്ല, മങ്ങിയ ഷെയ്ഡും അല്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക.